നന്ദി പറയാൻ. ഹല്ലേലൂയ. ഞങ്ങളെല്ലാം പ്രിയ സഹോദരങ്ങൾ ഇവിടെ കൂടിയിരിക്കുകയാണ് സൃഷ്ടാവായ ദൈവത്തിന് നന്ദി പറയാൻ. വർഷം അവസാനിക്കുകയാണ്. ഈ സമയം ആ 3 ദിവസങ്ങൾ ദൈവത്തിൻ്റെ പാദപീഠ ആദത്തിൽ ഭൂമിയിലും ക്രിസ്തുവിൽ സ്വർഗത്തിൽ പിതാവിൻ്റെ മാർവിലും ആയിരുന്നു കൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. അപ്പൊ എങ്ങനെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം? നന്ദിയും പൂച്ചെണ്ടുമായി വന്നിടുന്നു നിൻ തിരുമുൻപാകെ, ആബാപിതാവേ മക്കൾ ഈ രാത്രിയും യാമത്തിങ്കൽ. നന്ദിയും പൂച്ചെണ്ടുമായി വന്നിടുന്നു നിൻ തിരുമുൻപാകെ, ആബാപിതാവേ മക്കൾ ഈ രാത്രിയും യാമത്തിങ്കൽ. സാന്നിധ്യമേകിടണേ മക്കളെ അനുഗ്രഹിക്കണമേ, ഫലമായി തീർന്നിടുവാൻ അങ്ങതിൽ മഹത്വം കണ്ടിടുവാൻ. സാന്നിധ്യമേകിടണേ മക്കളെ അനുഗ്രഹിക്കണമേ, ഫലമായി തീർന്നിടുവാൻ അങ്ങതിൽ മഹത്വം കണ്ടിടുവാൻ. നന്ദിയും പൂച്ചെണ്ടുമായി വന്നിടുന്നു നിൻ തിരുമുൻപാകെ, ആബാപിതാവേ മക്കൾ ഈ രാത്രിയും യാമത്തിങ്കൽ. നന്ദി പറയാൻ എന്തൊക്കെയുണ്ടല്ലേ? ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ദേവദാസൻ പറഞ്ഞത് കേട്ടോ. നമുക്ക് ഒരാള് ഒരു പേന തന്നാൽ നമ്മൾ എന്നാ പറയും? താങ്ക് യു. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയത് പേനയാണോ? എന്താ തന്നേ? പുത്രത്വം. പുത്രത്വം. ഇവിടെ മരിക്കുന്ന ഏതോ ചാക്കയുടെ ജോസഫിന്റെ തൊമ്മച്ചന്റെ മോനായി, മരണമുള്ള മോനായി ജനിച്ച എനിക്കും നിങ്ങൾക്കും എന്നാ തന്നല്ലേ? മരണമില്ലാത്ത പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മകനായി മാറുവാൻ, ക്രിസ്തുവിന്റെ സഹോദരനായി മാറുവാൻ. ഒതുങ്ങും അവിടെയില്ല. ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശിയായി മാറുവാൻ, മരണമുള്ള മനുഷ്യ കുടുംബത്തിൽ നിന്ന് മരണമില്ലാത്ത ദൈവ കുടുംബത്തിലേക്ക് മാറുവാൻ. ഇത് വിശ്വസിക്കാൻ പാടുള്ളവരോട് വീണ്ടും പറയുക, കാൺമീൻ എത്ര കൊച്ചനുഗ്രഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നാം മരിച്ചു പോകുന്ന മനുഷ്യ മക്കളെന്ന് വിളിക്കപ്പെടാനല്ല, കാൺമീൻ എത്ര വലിയ അനുഗ്രഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. ഇതിന്റെ ആഴമുണ്ടല്ലോ, ഇതിന്റെ ആഴമുണ്ടല്ലോ. തിരിച്ചറിയാൻ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെന്ന് തുറക്കട്ടെ. ഇതിന്റെ ആഴം, എത്ര വലിയ അനുഗ്രഹം, എത്ര വലിയ സ്നേഹം. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കണം. മനുഷ്യ കുടുംബത്തിൽ ദൈവ കുടുംബത്തിലേക്ക്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇനി നിങ്ങൾ അന്യരല്ല, നിങ്ങൾ ഇനി പരദേശികളല്ല, നിങ്ങൾ വിശുദ്ധന്മാരുടെ സഹപൗരന്മാര്, ദൈവത്തിന്റെ ഭവനക്കാരുമാ, ദൈവത്തിന്റെ വീട്ടുകാർ. ഇദ്ദേഹം തൊട്ടുമ്പ് പറഞ്ഞതുപോലെ പല പല കുടുംബങ്ങൾ, പാലത്തിങ്കൽ ഫാമിലി, പകലോമറ്റ ഫാമിലി, എല്ലാം മരിച്ചു പോണ ഫാമിലി. എന്നാൽ ഇതിന്റെ നടുവിൽ മരണമില്ലാത്ത ക്രിസ്തുവിന്റെ ജനറേഷനായി പുതിയൊരു തലമുറയെ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയെടുക്കുക. ഇതാ സുവിശേഷം. സുവിശേഷം എന്ന് വെച്ചാൽ നല്ല വിശേഷം. ഈ സുവിശേഷത്തിന്റെ ഉള്ളിൽ കുറെ നല്ല വിശേഷങ്ങളുണ്ട്. കൊച്ചു കൊച്ചു നല്ല വിശേഷങ്ങൾ വേറെ ഇഷ്ടമാതിരിയുണ്ട്. അതിലൊതുങ്ങരുത് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ, ഇതാ മരണമുള്ള നിന്നെ, ഇതാ മരണമുള്ള മനുഷ്യന്റെ മകനായി ജനിച്ച നിന്നെയും എന്നെയും അവിടെ നിന്ന് മാറ്റിയെടുത്തിട്ട് മരണമില്ലാത്ത ദൈവത്തിന്റെ മകനായി ക്രിസ്തുവ് നമ്മളെ അങ്ങോട്ടേക്ക്, ആ കുടുംബത്തിലേക്ക് നമ്മളെ ദത്തെടുത്ത് നമ്മളോട് ചേർന്ന് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആ സ്വർഗീയ പിതാവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ് സുവിശേഷം. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. അത് ചുമ്മാ ഒന്നും കിട്ടത്തില്ല കേട്ടോ. ഇന്നത്തെ ലോകത്തെ എളുപ്പ വഴി സുവിശേഷങ്ങൾ, ചതിയൻ സുവിശേഷത്തിലൂടെ ഒന്നും കിട്ടത്തില്ല. ചതിയ സുവിശേഷങ്ങൾ നിങ്ങളൊക്കെ പെടുത്തി കളയും. നിങ്ങൾ സുവിശേഷം കേൾക്കാതിരുന്ന നന്നായിരുന്നു. ഇന്ന് ലോകത്തെ സുവിശേഷം നിങ്ങൾ കേൾക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു.
അത് കേട്ടത് കൊണ്ട് എൻ്റെ സഹോദരങ്ങൾ പെട്ടുപോയി. അവരുടെ ചിന്തയിൽ ഒരു സുവിശേഷം, ഏത് സുവിശേഷം? ജയം വേണ്ടാത്ത സുവിശേഷം. ജയം വേണ്ട. ബൈബിൾ പറയുന്നത് ജയിക്കുന്നതിന് അവകാശമാകും. ഇന്നത്തെ ഏത് സുവിശേഷത്തിലെ ജയം? ഏതെങ്കിലും സുവിശേഷത്തിൽ ജയം പറയുന്നത് കേൾക്കാറുണ്ടോ? അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർക്കായി സ്തോത്രം. ബൈബിള് പറയുന്നതല്ല, എൻ്റെ യേശു പറയുന്നത് പോലെ. യേശു പറയാ, ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു, എൻ്റെ പിതാവിന്റെ സിംഹാസനം തീരുന്നത് പോലെ ജയിക്കുന്നവനെ ഞാൻ ആരെ ജയിക്കുന്നവനെ ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിലിരുത്തും. പക്ഷെ ലോകത്തിലെ സുവിശേഷ സംഘടനകൾ പറഞ്ഞതെന്നറിയാം, ആരാധിച്ചാൽ മതി, അവിടെ ഇരിക്കാം. അവർക്ക് ജയമൊന്നും വേണ്ട, ചുമ്മാ ആരാധന മതി. 3-4 പാട്ട് പാടി ആരാധിച്ച് അവിടെ എത്തും. എൻ്റെ മക്കളെ, ആരാധനയൊക്കെ നല്ലത് തന്നെയാ. യേശു പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാലൊന്നും അവിടെ എത്തത്തില്ല. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനെ അവിടെ കയറത്തുള്ളൂ. ആകാശം മാറും, ഭൂമി മാറും, എൻ്റെ യേശുവിൻ്റെ വചനത്തെ യാതൊരു മാറ്റവും ഇല്ല. വേണമെങ്കിൽ നമ്മൾ മാറിക്കും, ദൈവവചനം മാറൂല. വേണമെങ്കിൽ നമുക്ക് മാറാം. ഹല്ലേലൂയ. നമ്മൾ മാറിയാലും മാറിയില്ലേലും ഈ ലോകത്തെ എല്ലാ ഡിനോമിനേഷനും മരണം നമ്മെ സുന്ദരമായിട്ട് എടുത്തു മാറ്റും. ഹല്ലേലൂയ. എന്നാൽ പിതാവിനോട് പുത്രനോടുള്ള കൂട്ടായ്മയുണ്ടോ? അവിടെ മരണമില്ല. ആ കൂട്ടായ്മയിലേക്ക് കയറിക്കോ. ഹല്ലേലൂയ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ചതിക്കപ്പെടരുത്. ലോകത്തിലെ ചതിയൻ സുവിശേഷങ്ങളിൽപ്പെട്ടു അവിടെ നിങ്ങൾ പെട്ടുപോകരുത്. അതിനെന്ത് വേണ്ട? അവിടെ ജയം വേണ്ട. അവിടെ എന്ത് വേണ്ട? അവിടെ ക്രൂശ് എടുക്കണ്ട. അവിടെ എന്ത് വേണ്ട? അവിടെ സ്വയത്തെ തിരിക്കണ്ട. ഹല്ലേലൂയ. അവിടെ എല്ലാ ആഴ്ചയും ചെന്നാൽ മതി. എല്ലാ ആഴ്ചയിലും ചെന്നാൽ മതി. ഇത് എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, മക്കളെ, ഇത് ആളെ കൂട്ടുന്ന പരിപാടിയല്ല. ആളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പരിപാടിയാ. അപ്പൻ്റെ അടുക്കലേക്ക്, സ്വർഗീയ പിതാവിൻ്റെ അടുക്കലേക്ക്. അതുകൊണ്ടാണ് ക്രിസ്തു എപ്പോഴും പറഞ്ഞ്, കൂട്ടുകയാണെങ്കിൽ യേശു പറഞ്ഞേനെ, എന്നാ ഇവിടെ ഇരിക്കേ. യേശു പറഞ്ഞു, ഫോളോ മീ. പോവുക. 25 പ്രാവശ്യത്തിൽ 4 സുവിശേഷങ്ങൾ യേശു പറയാണ്, ഫോളോ മീ. യാത്ര പോവുക. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ സുവിശേഷം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ക്രിസ്ത്യാനികൾ രക്ഷപ്പെടേണ്ടത് കള്ള സുവിശേഷത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. കള്ള സുവിശേഷത്തിൽ നിന്നാണ് രക്ഷപ്പെടേണ്ടത്. എളുപ്പവഴി സുവിശേഷം എന്നാണ് യേശു പേരിട്ടേക്കണേ. എളുപ്പവഴി, നാശത്തിലേക്ക് പോകുന്ന വഴിയും വാതിലും വിശാലമാ, അതിലൂടെ കടക്കുന്നവർ അനേകരാ. ജീവങ്കിലുള്ള വഴിയും വാതിലും ഇടുങ്ങിയതാണ്, അതിൽ കടക്കുന്നവർ ചുരുക്കം. കടക്കണമെങ്കിൽ പോരാടണം. മക്കളെ, സിമ്പിളല്ല ഇത്. ദൈവരാജ്യത്തിന്റെ പുറകെ വരുന്ന, ദൈവരാജ്യം അവകാശമാക്കാൻ വരുന്ന നിങ്ങൾ ചിന്തിക്കരുത് സിമ്പിളാണെന്ന്. എൻ്റെ യേശു പറഞ്ഞു, കടക്കണമെങ്കിൽ പോരാടണം. പലരും കടക്കാൻ ശ്രമിക്കും. യേശു പറഞ്ഞു, കടക്കാൻ പറ്റൂല. ഈ വാക്കൊന്നും പ്രസംഗിക്കാൻ ആളില്ല. കാരണം എളുപ്പവഴി സുവിശേഷം ഇറക്കി വിട്ട് ഈ യേശു പറഞ്ഞൊന്നും പറയണ്ട. എൻ്റെ മക്കളെ, ഈ വചന പുസ്തകത്തിലെ എല്ലാ വാക്കും നമുക്ക് വേണ്ടതാ. ഒരെണ്ണം തള്ളിക്കളയാനുള്ളതല്ല. ഹല്ലേലൂയ. ഒരു വാക്കിനെ എതിർക്കത്തില്ല. തിരിച്ചറിയുക. ഏതെങ്കിലും ഒരു വാക്ക് കോൺടസ്റ്റിൽ നിന്ന് മുറിച്ചെടുത്തുകൊണ്ട് നമ്മൾ ഒരു ക്രമീകരണം ഉണ്ടാക്കി ചതിക്കപ്പെട്ടു പോകുന്ന ഒരു ക്രിസ്തീയ പേരുള്ളൊരു സമൂഹമാണ് ചുറ്റും. അതുകൊണ്ട് ഈ ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെടുക. ഹല്ലേലൂയ. ഇതിൻ്റെ ഇടയിൽ നല്ല ദൈവദാസന്മാരുണ്ട്, നല്ല സഭകളുണ്ട്. പക്ഷെ അവരും ഞെരുക്കത്തില്ല. കാരണം അവരെന്തെങ്കിലും സംസാരിച്ചാൽ അവർ ഒറ്റപ്പെടുത്തും. ഹല്ലേലൂയ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവരാജ്യ സുവിശേഷം നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ കേട്ടോ, നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കും. അച്ചടിച്ചു തരാം, സീലടിച്ചു തരാം. ഈ തലമുറ നിങ്ങളെ കൈക്കൊള്ളത്തില്ല. ഈ തലമുറ നിങ്ങളെ കൈക്കൊള്ളണമെന്നുണ്ടോ? ദൈവം ഇത് ഇവിടുന്ന് എഴുന്നേറ്റ് പോകും. എങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. ഇവിടെ ഇരുന്നാൽ ഈ വചനം കേട്ടാൽ ഇതുപോലെ ആയാൽ പിന്നെ നിങ്ങൾ ഈ തലമുറ തള്ളും. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ഈ തലമുറ തള്ളും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ആരുടെ അനുഭവം ഉണ്ടാവും? യേശുവിൻ്റെ അനുഭവം ഉണ്ടാവും. യേശുവിനെ കുറിച്ച് പറയാണ്, ഈ തലമുറ അവനെ തള്ളിക്കളയണം. താൻ പ്രസംഗിച്ച തലമുറ ഉണ്ടല്ലോ, യേശുവിന് എന്ത് ചെയ്യണം? തള്ളിക്കളയണം. അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞു, പച്ചമരത്തോട് ഇങ്ങനെയെങ്കിൽ ഉണങ്ങിയതിനോട് എത്രയധികം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിന്റെ അക്സെപ്റ്റൻസ് പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, അക്സെപ്റ്റൻസ് ആണ് പ്രതീക്ഷിച്ചാണെങ്കിൽ ഇവിടെ ഇരുന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് സംഭവിക്കും. ഹല്ലേലൂയ. അതിന്റെ ഓപ്പോസിറ്റ് സംഭവിക്കും. ഇത് വളരെ വ്യക്തതയോടെ ലൂക്കോസ് 17:25 നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്,
ആദ്യം ഈ തലമുറ അവനെ തള്ളിക്കളയണം. ആരെ? ദൈവരാജ്യം പ്രസംഗിക്കുന്ന യേശുവിനെ തള്ളിക്കളയണം. ഈ വഴി വരാൻ നിങ്ങൾ തയ്യാറാണ്? തയ്യാറാണെങ്കിൽ ഇരുന്നാൽ മതി. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് നിങ്ങൾ തള്ളിപ്പോവും. നിങ്ങളെ ദൈവം എടുത്തു കളയും. ഒന്ന് വായിച്ചേ. എന്നാൽ ആദ്യം അവൻ വളരെ കഷ്ടം അനുഭവിക്കുകയും ഈ തലമുറ അവനെ തള്ളിക്കളയുകയും വേണം. ശ്രദ്ധിച്ച എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ തലമുറ, യേശു ദൈവരാജ്യ സുവിശേഷം അറിയിച്ച തലമുറ ആരെ തള്ളിക്കളയണം? യേശുവിനെ തള്ളിക്കളയണം. അന്ന് യേശുവിന് ചുറ്റും ഹിന്ദുക്കളൊക്കെ കൂടി അദ്ദേഹത്തെ ആടിച്ചു കൊന്ന് കുഴിച്ച് മൂടി. ഇല്ലേ? കേട്ടിട്ടില്ലേ? ഇല്ല, കേട്ടിട്ടില്ല? അന്ന് മറ്റ് ജാതികളെല്ലാം കൂടി യേശുവിനെ ആടിച്ച് ഇടിച്ച് തകർത്ത് കളഞ്ഞു. അങ്ങനെ കേട്ടോ? പിന്നെ ആരാ യേശുവിനെ അടിച്ചത്? സ്വന്തമായവയിലേക്ക് വന്നു, സ്വന്തമായവനോ അവനെ കൈക്കൊണ്ടില്ല. ഈ അനുഭവത്തിൽ പോകാൻ മോനെ നീ തയ്യാറാണോ? നീ തയ്യാറാണെങ്കിൽ ഇത് കേട്ടാ മതിയെന്നേ. സ്വർഗം വീണ്ടും ഒരു നരകമാക്കാൻ ദൈവത്തിന് ആഗ്രഹമില്ല. ദൈവത്തിന് വേണ്ടത് സ്വർഗമായ. ഇതുകൊണ്ട് വെളിപ്പാട് ദിവസം 21 അവസാന വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു അശുദ്ധനും അവിടെ പ്രവേശിക്കത്തില്ല, ഒരു പോഷ്ക്ക് പറയുന്നവനോട് പ്രവേശിക്കത്തില്ല. ഹല്ലേലൂയ. ഇത് കളിതമാശ കളിക്കുന്ന സംഭവമല്ല, ഇത് ദൈവ കുടുംബമായി മാറുകയാ. മതം കളിയല്ല, ഇത് ഡിനോമിനേഷൻ കളിയല്ല. എടുത്ത് വായിച്ചേ 21 അവസാനം. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. എന്താ പറഞ്ഞേ? അശുദ്ധമായത് യാതൊന്നും, മ്ലേച്ഛതയും ഭോഷ്കം, നുണ പറയുന്ന ഒരുത്തം പോലും അതിൻ്റെ ഉള്ളിൽ കടക്കത്തില്ല. അപ്പൊ എങ്ങനെയുള്ള സ്ഥലം അത്? അവിടെയാണ് ഈ കളിയും കളിച്ചോണ്ട് കയറാൻ പോണേ. അവിടെയാണ് ഈ കളിയും കളിച്ചോണ്ട് കയറാൻ പോണേ. നിനക്ക് കുറച്ച് നാളെ ആശ്വാസത്തോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സുവിശേഷം വിട്ടിട്ടതേ ലോകത്ത് ഇഷ്ടമായ സുവിശേഷമുണ്ട്. അവിടെ ഇതൊന്നും വേണ്ട. പാപം ചെയ്താലും കുഴപ്പമില്ല, യേശു രക്തം ഉണ്ടല്ലോ. അവിടെ ക്രൂശ് എടുക്കണ്ട, എന്ത് സന്തോഷം. താൻ ത്യജിക്കണ്ട, എന്തൊരു സന്തോഷം. ജയിക്കണ്ട, എന്തൊരു സന്തോഷം. സന്തോഷം സുഖം ആരാധിച്ച മാത്രം മതി. അത് കേട്ടോ. പക്ഷെ ഈ സ്ഥലത്തേക്ക് പ്രവേശനം ഉണ്ടാവില്ല. ഒരു അശുദ്ധനും, എന്താ അവിടെ എഴുതിയേക്കണേ? ഒരു ബോഷ്ക്ക് പറയുന്നവനും അവിടെ പ്രവേശനമില്ല. ആകാശം മാറും, ഭൂമി മാറും, എൻ്റെ യേശുവിൻ്റെ വാക്കുകൾക്ക് ഒരു മാറ്റവും സംഭവിക്കത്തില്ല. മോളെ മാറണമെങ്കിൽ നീ മാറിക്കോ, വചനം മാറൂല, വചനം മാറില്ല. നമുക്കിന്ന് രക്ഷ വേണ്ടത് ഈ ചതിക്കപ്പെട്ട സുവിശേഷത്തിൽ നിന്നാ. എങ്ങോട്ട്? ബൈബിളിലെ ക്രിസ്തു പറഞ്ഞ സുവിശേഷത്തിലേക്ക്. ഹല്ലേലൂയ. ജയം ആവശ്യമുള്ള സുവിശേഷത്തിലേക്ക്, ആത്മാവ് പറയുന്ന സഭകൾ കേൾക്കണം എന്ന് പറയുന്ന സുവിശേഷത്തിലേക്ക്. ഞാൻ ഈ പറയുന്ന തെറ്റാണെന്നുണ്ടെങ്കിൽ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് ആർക്കുണ്ടെങ്കിലും എന്നെ ചോദ്യം ചെയ്യാം. എന്റെ കർത്താവ് പറഞ്ഞു, നാശത്തിലേക്ക് പോകുന്ന വഴിയും വാതിലും വിശാലമാ, അതിലൂടെ കടക്കുന്നവർ അനേകർ. ഇന്ന് അനേകർ പോയിക്കൊണ്ടിരിക്കുക. യേശു പറഞ്ഞു അതിന്റെ അവസാനം നാശം. അതിനോട് ചേർന്ന് യേശു പറയുക, അന്ന് അനേകർ എന്നോട് പറയും, നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു. ഒറ്റ കോൺടസ്റ്റാ, രണ്ടും ഒരുമിച്ചാ. ഹല്ലേലൂയ. അനേകര് പറയും ഞങ്ങളൊക്കെ കർത്താവായി സ്വീകരിച്ചു. കർത്താവ് പറയും, ഗെറ്റ് ഔട്ട്, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. കാരണം കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, ഒരശുദ്ധനും അവിടെ പ്രവേശിക്കുകയില്ല. ഇത് നമ്മളുടെ പുസ്തകത്തിൽ ബൈബിൾ എഴുതിയിട്ട് നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞ് നടിച്ചാൽ നമ്മൾ ആരെയാ പറ്റിക്കണേ? നമ്മളെ തന്നെയല്ലേ പറ്റിക്കണേ? ഹല്ലേലൂയ. എൻ്റെ മക്കളെ, ലോകത്തിലെ സുവിശേഷം എന്ന് പറയുന്നത് ഡൈലൂട്ടഡാ. എനിക്കും നിങ്ങൾക്കും വേണ്ടി, അതായത് ലോകമയമായ എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രിപ്പയർ ചെയ്തതാ. അത് കിട്ടിയാൽ കുറച്ച് ലോകം ഉള്ളതുകൊണ്ട് നമ്മൾ കയറി അങ്ങ് പിടിക്കും. അതിലേക്ക് പോകരുത്. ഈ നാളുകൾ നീ ആരാന്നറിയോ? നീ വാ തുറന്നാൽ ഈ ലോകം ഇലക്ട്രിഫൈ ചെയ്യപ്പെടണം. ഹെവൻലി ഇലക്ട്രിസിറ്റി നിന്നിലൂടെ ഈ ഭൂമിയിൽ പരക്കണം.
നീ ഒന്ന് വാ തുറന്നാ മതി, നിന്റെ അപ്പൻ നിന്നിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അതിനെന്ത് വേണം? ഹെവൻലി ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ എടുക്കണം. അത് എങ്ങനെ എടുക്കും? അതാ യേശു പറഞ്ഞ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്ന്. അപ്പൊ യേശുവിൽ വിശ്വസിച്ചാൽ ചിലതൊക്കെ നടക്കും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എങ്ങോട്ട്? ലോകത്തിലേക്ക് ഒഴുകും. ആ നദി കടന്നു ചെല്ലുമ്പോൾ ആ നദിക്ക് യോഗ്യതയുള്ള ആരൊക്കെയുണ്ടോ അവരെ എല്ലാം ദൈവത്തിന്റെ ആത്മാവ് അവരെ സ്പർശിക്കാൻ തുടങ്ങും, അവരെ തൊടുവാൻ തുടങ്ങും. അവർക്ക് അനങ്ങാതിരിക്കാൻ കഴിയില്ല. കാരണം അവരുടെ അകത്തേക്ക് വരുന്നത് പ്രപഞ്ച സൃഷ്ടാവിന്റെ ആത്മാവ്, പുത്രത്വത്തിന്റെ ആത്മാവ്. ഈ പുത്രത്വത്തിന്റെ ആത്മാവ് വരുമ്പോ നിനക്ക് അതിന്റെ ഉള്ളം കത്താൻ തുടങ്ങും. നിന്റെ ഉള്ളം കത്താൻ തുടങ്ങും. ഹല്ലേലൂയ. കാരണം അവർ ദൈവത്തിന്റെ ഭൂമിയിലെ എക്സിറ്റുകളാ, പുറത്തേക്കുള്ള വഴികളാ എക്സിറ്റുകൾ. ഈ വലിയ വലിയ ഹോളില്, ഓഡിറ്റോറിയത്തിലൊക്കെ കയറിയാൽ, സിനിമാ തിയേറ്ററിൽ കയറിയാൽ, അകത്ത് കയറിയാൽ വലിയ ഇരുട്ടാ. ഇടയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട് എക്സിറ്റ്, പുറത്തേക്കുള്ള എക്സിറ്റ് എന്ന്. നീ ആരാന്നറിയോ? ദൈവത്തിന്റെ ഈ ഭൂമിയിലേക്കുള്ള എക്സിറ്റാ. ദൈവത്തിന്റെ ഈ ഭൂമിയിലേക്കുള്ള എക്സിറ്റാ നീ. ഹല്ലേലൂയ. എക്സിറ്റാ, വഴിയാണ് നീ. ഇതാ യേശു പറഞ്ഞേ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഏത് ദൈവപുത്രന് ദൈവത്തിന്റെ ഭൂമിയിലേക്കുള്ള എക്സിറ്റാ. ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ എക്സിറ്റ് അല്ല, ദൈവത്തിന് അടുക്കാൻ കഴിയാത്ത ഒരു ബ്ലോക്കാണ് മനുഷ്യപുത്രൻ. എന്താ? ദൈവപുത്രൻ ദൈവത്തിന്റെ ഭൂമിയിലേക്കുള്ള എക്സിറ്റാ. ഇത് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ ഈ ലോകത്തിന്റെ പ്രകാശമായി തീരണം. ഹല്ലേലൂയ. നമ്മളെ കാണുമ്പോൾ തന്നെ ഇതാ ദുഷ്ടന്റെ ആളുകളുണ്ട്. അവർ ഓടി ഒളിക്കും. കാരണം അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ അവർ രഹസ്യത്തിൽ ഇരുന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇരുന്ന് ചൊറിയും. എന്തിനാണെന്നറിയാമോ? ആളുകളെ വിട്ടുകൊടുക്കാതിരിക്കാൻ. ദൈവത്തെങ്കിലേക്ക് ആളുകളെ വിട്ടുകൊടുക്കാതിരിക്കാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. പക്ഷെ നേരിട്ട് ഒരെണ്ണം വരില്ല. ഹല്ലേലൂയ. ഒരെണ്ണം വരില്ല. കാരണം ജീവന്റെ വചനത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ അവർക്ക് കഴിയത്തില്ല. ഇത് അക്ഷരത്തിന്റെ വചനമല്ല, ആത്മാവിന്റെ വചനം. ഹല്ലേലൂയ. എന്റെ പ്രിയ മകനെ, പ്രിയ മകളെ, ഹല്ലേലൂയ. ബി ബോൾഡ്. അന്തർഭാഗത്ത് കുഞ്ഞ് നിനക്ക് സത്യം ഉണ്ടെങ്കിലുണ്ടല്ലോ, ദൈവത്തിന്റെ മുമ്പിൽ നിനക്ക് നിൽക്കാൻ പറ്റും. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവന് മനുഷ്യന്റെ മുമ്പിൽ അധൈര്യപ്പെടാൻ ഒന്നുമില്ല. കാരണം അവനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഭൂമിയിലെ ഗുണ്ടാ സംഘമല്ല, ഈ ഭൂമിയിലെ ഏതെങ്കിലും ചർച്ചല്ല, ഈ ഭൂമിയിലെ ഏതെങ്കിലും സംഘടനയല്ല, ഈ ഭൂമിയിലെ ഏതെങ്കിലും രാജ്യമല്ല. അവനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രപഞ്ചത്തിന്റെ ഉടയവനായ സ്വർഗസ്ഥ പിതാവിന്റെ മകനായ ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ ആത്മാവും അവനെ സപ്പോർട്ട് ചെയ്തേ. ഹല്ലേലൂയ. തിരിച്ചറിയണം. നീ വാ തുറന്നാൽ അർഹതയുള്ള ദൈവജനത്തിന്റെ ഹൃദയത്തിൽ പ്രകാശം ഉദിക്കുക. അവരെ ഇലക്ട്രിഫൈ ചെയ്യപ്പെടുക. ഇതുകൊണ്ട് എമ്മോസിലേക്ക് പോകുന്ന ശിഷ്യന്മാര് എല്ലാം കഴിഞ്ഞിട്ട് ഒരാൾ മറ്റൊരാളോട് പറയുക, യേശു ദൈവപുത്രൻ. യേശു നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ നമ്മുടെ അകത്ത് ചിലതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്താണ്? ഞങ്ങളുടെ അകം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് ഹെവൻലി ഇലക്ട്രിസിറ്റി ഉള്ള ഒരു വ്യക്തി സംസാരിക്കാൻ തുടങ്ങിയാൽ അത് തിരക്കുന്നവന്റെ ഉള്ള കത്താൻ തുടങ്ങുക. ആ കത്തലുണ്ടല്ലോ, അവന്റെ അകത്ത് തീ പിടിച്ച് ഈ ലോകം മുഴുവൻ അവൻ ഇലക്ട്രിഫൈ ചെയ്യും. ഹല്ലേലൂയ. ഇതാ കർത്താവ് പറഞ്ഞേ, നിങ്ങൾ ഈ ഭൂമിയുടെ ഇരുട്ടാകുന്നു എന്നല്ല പറഞ്ഞേ. ആരോ പറഞ്ഞു അത് എന്നെ കുറിച്ചാണല്ലോ. ആണെങ്കിൽ ആണോ? എന്നാ നീ പ്രകാശമായിക്കോളണം. നീ വാ തുറന്നാൽ നിന്നെയല്ല കാണേണ്ടേ. നീ നിന്നാൽ നിന്നെ കാണുന്നത് ഫേസ്ബുക്കാ. എന്നാൽ ഗോഡ്സ് ബുക്കിൽ നീ നിന്നാൽ നിന്നിലൂടെ ദൈവത്തെ ഭൂമി കാണും. ഇതാ യേശു പറഞ്ഞേ, എന്നെ കാണുന്നവേ പിതാവിനെ കാണുന്നു, എന്റെ അപ്പനെ കാണും. അപ്പൻ എവിടെ? അപ്പൻ ഇതുപോലെ ജഡമാണോ? അപ്പൻ ജഡമൊന്നുമല്ല, ഞാനാണ് ജഡം. എന്റെ അപ്പൻ ആത്മാവ് വന്ന് എന്റെ അപ്പൻ എന്റെ ഉള്ളിൽ വസിച്ച് എന്റെ ജഡത്തിലൂടെ വെളിപ്പെടുകയാ. ഹല്ലേലൂയ. ദൈവമക്കൾ സംസാരിച്ച ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ ആത്മാവിനെ സ്പർശിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. ജോൺസൺ വന്നേ. ഇതാ ഞാൻ ജോൺസനെ. ഇതാ ഇത്തിരി സ്പീഡിൽ, ഞാൻ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യുന്ന ആളല്ലേ. ഇതാണ് ഞാൻ ജഡത്തിൽ സ്പർശിക്കുകയാണ്. ജഡത്തിൽ. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കൾ ജഡത്തിലല്ല, ആത്മാവിൽ സ്പർശിക്കുന്നവരാ.
ആത്മാവിൽ ഇവിടെ ദൂരെ ഇതാ അവിടെ നിന്നുകൊണ്ട് ഇതാ ദൊരോത്തി സിസ്റ്റർ ഓസ്ട്രിയയിൽ നിന്ന് കേൾക്കുന്നു. ഈ ആത്മാവിനെ സ്പർശിക്കുക. ഇതാ ഓസ്ട്രിയയിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഓസ്ട്രിയയിൽ ആ സ്പർശനം ഈ നിമിഷം ആ സഹോദരമേൽ നടക്കട്ടെ. ഹല്ലേലൂയ. ഇതാ കർത്താവ് പറഞ്ഞേ, വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒഴുകും. ഹല്ലേലൂയ. അർഹതയുള്ളവൻ അതല്ല സ്പർശിക്കപ്പെടാൻ പറ്റും. അർഹതയുള്ളവൻ, ഏറ്റവും കൂടുതൽ അർഹതയുള്ളവൻ ഒരു ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവന്. ഹല്ലേലൂയ. അവന്റെ ഒരു പ്രത്യേകത എന്നറിയാമോ? അവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാ. ഹല്ലേലൂയ. കൊമ്പന്മാർക്കൊന്നും ഇത് കിട്ടത്തില്ല. ഭയങ്കര അറിവുള്ള കൊമ്പന്മാർക്കൊന്നും കിട്ടില്ല. ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവർക്ക്. അപ്പാ, ഞാനായിരിക്കുന്നത് അങ്ങയുടെ ദയയാല, അങ്ങയുടെ കൃപയാല. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഫസ്റ്റ് ഗെറ്റ് കണക്റ്റഡ്. ഹല്ലേലൂയ. സെക്കൻഡ്, ബി ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ആദ്യം കണക്ഷൻ പ്രാപിക്കുക, രണ്ടാമത് കണക്ഷൻ റിലീസ് ചെയ്യേ. ഹല്ലേലൂയ. താങ്ക് യു. പോരുന്നുണ്ട്. എന്താ പറഞ്ഞേ? ആദ്യം കണക്ഷൻ പ്രാപിക്കണം, രണ്ടാമത് കണക്ഷൻ റിലീസ് ചെയ്യണം. ഹല്ലേലൂയ. കണക്ഷൻ പ്രാപിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഇതാ പവർ ഹൗസ്, ഇടുക്കി മൂലമറ്റം പവർ ഹൗസ്, അതിന്റെ കണക്ഷൻ പ്രാപിക്കാൻ ഇതാ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. എന്താണ് ആ മാർഗം? KCB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. ഹെവൻലി ഫാദറിൽ നിന്ന് ഒരു കണക്ഷൻ എടുക്കുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഒരൊറ്റ നാമമേ ഉള്ളൂ. ഏതാണ് നാമം? KCB അല്ല. എന്ത് പറഞ്ഞാൽ അത് തന്നെ പറയൂ. എന്തനുസരണം? KCB അല്ല, യേശു കർത്താവ്. ഒരൊറ്റ നാമമേ ഉള്ള. ഗെറ്റ് കണക്റ്റഡ്. കണക്ഷൻ എടുക്കുമോനെ, കണക്ഷൻ എടുക്കുമോളെ. ഇനി ഇങ്ങനെ ഡ്രൈ ആയിട്ട് നടക്കാതെ, കണക്ഷൻ എടുക്ക. കണക്ഷൻ ഇതാ യേശു പറഞ്ഞു, കണക്ഷൻ എടുത്താൽ അവന്റെ ഉള്ളത്തിൽ നിന്ന് ചില ചലനമൊക്കെ ഉണ്ടാകും. ഹല്ലേലൂയ. ആലപ്പുഴക്കാരനെയല്ലേ കാണുന്നേ, അല്ലേ? ഞാൻ ഹൃദയത്തിൽ വലിയ ദുഃഖിച്ചു. ഈ ആലപ്പുഴക്കാർക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു വല്ലായ്മ? ഒരു വരത്തില്ല. എന്നാൽ മോനെ കണ്ട വലിയ സന്തോഷമായിട്ടാ. നിങ്ങളോടും ചേർത്താ പറയണേ. ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്. ആലപ്പുഴയിൽ ഒരു കൂട്ടം ബിലീവേഴ്സ് ഉണ്ട്, അവർ വന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ഹല്ലേലൂയ. ഓ ഫാദർ വി താങ്ക് യു. പ്രിയ സഹോദരങ്ങളെ, മനസ്സിലാക്കുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ക്രിസ്ത്യ ജീവിതത്തിന് ഒരു അനക്കമൊക്കെ ഉണ്ടെന്ന്, അല്ലേ? എന്താ അനക്കം ഇല്ലാതെ? കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാ. എന്താ അനക്കം ഇല്ലാത്ത? കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാ. ഇനി ചിലർ ഒന്ന് കണക്ഷൻ ഉണ്ട് ബ്രദറെ, പക്ഷെ എന്തായാലും അനങ്ങണില്ല, കത്തണില്ല. കത്താൻ നോക്കുമ്പോൾ കത്തണില്ല. അവിടെയാണ് KCB-ക്കാർ ഒരു കാര്യം ചെയ്യും. ഈ വോൾട്ടേജ് കുറയുമ്പോൾ KCB-ക്കാർ ഒരു കാര്യം ചെയ്യും. ഒരു വണ്ടി ഒരു തോട്ടിയായിട്ട് ഇറങ്ങും. എന്താണ്? ഒരു വണ്ടിയും ഒരു തോട്ടിയും നിന്റെ അടുക്കലേക്ക് അതുപോലെ ഇറങ്ങണം. ഒരു വണ്ടിയും ഒരു തോട്ടിയും. എന്താണെന്നറിയാമോ? ഈ ലൈവ് മുഴുവൻ ഭൂമിയിൽ നിന്ന് ഇതാ ചില ചെടികൾ മരങ്ങൾ വന്ന് മരം അതിൽ വീണ് എല്ലാ ചാർജ് മുഴുവൻ വലിച്ചു കളയുക. അവസാനം ബൾബ് കത്തിയാൽ കത്തുവോ? മിന്നി കത്തും. എന്താ പറയണേ? വോൾട്ടേജ് ഇല്ല. ഉണ്ടായിരുന്നു, കത്താൻ നോക്കിയപ്പോൾ ഡ്രോപ്പ് ആയതാ, ആംബിയർ പോയതാ. ഹല്ലേലൂയ. മനസ്സിലായ? പലപ്പോഴും ആംബിയർ പോണ കണ്ടിട്ടില്ലേ? ബ്രദറെ ഒരു സാക്ഷ്യം പറയാൻ പറ, വേറെ ഒന്ന് ഒരു പ്രബോധനം പറ, ബ്രദറെ ഒരു പ്രസംഗം പറ. കഷ്ടപ്പെട്ട് കയറി നിന്ന് കഴിയുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ചുണ്ടൊക്കെ അങ്ങോട്ട് ചുരുണ്ട് കൂടി വായിലെ വെള്ളമൊക്കെ അങ്ങ് വറ്റി. വേറൊന്നുമല്ല, ആംബിയർ ഇല്ലാത്തതാ. തോട്ടി വേണം, വണ്ടിയും വേണം. തോട്ടിയും വണ്ടിയും ഉണ്ടെങ്കിൽ അതിന് വിവരമുള്ള ദൈവദാസന്മാർ വേണം. തോട്ടിയും വണ്ടിയും വേണമെന്ന്. ലോകത്തിൽ പലയിടത്തും ഉടക്കി കിടക്കുക. ലോകത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള ശത്രുത. അപ്പൊ എന്താ വേണ്ടത്? വണ്ടിയും വേണം, തോട്ടിയും വേണം. ഒത്തിരി വേദനയൊക്കെ എടുക്കുകയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സമയം ആയതുകൊണ്ട് നമ്മൾ ഈ അങ്ങ് ക്ലോസ് ചെയ്യുക. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്താ കേട്ടെ? ഒന്ന്, കണക്ഷൻ എടുക്കണം. പറഞ്ഞ കണക്ഷൻ എടുക്കണം. 2, കണക്ഷൻ റിലീസ് ചെയ്യണം. അങ്ങനെ റിലീസ് ചെയ്താൽ നാം ഈ ലോകത്തിന്റെ പ്രകാശമായി. മനസ്സിലായ? KCB അതാ ചെയ്യണേ, യേശുക്രിസ്തു അതാ ചെയ്തേ. ഹല്ലേലൂയ. KCB അതാ ചെയ്യണേ. ഇതാ മൂലമറ്റത്തുനിന്ന് കണക്ഷൻ
അവർ വലിച്ച് ഓരോ പവർ ഹൗസൊക്കെ സെറ്റ് ചെയ്തു. തുടർന്ന് ആ പവർ ഹൗസിലേക്ക് പവർ ഹൗസിൽ നമ്മുടെ വീടുകളിലേക്ക് എല്ലാം കണക്ഷൻ. ഇതൊക്കെ ഏതുവാ? ഓരോന്ന് എന്തുവാ? ഓരോ വീടുകളാ. ആരുടെ വീട്? ദൈവത്തിന്റെ വീടാ. നമ്മൾ അടിച്ചു മാറ്റിയ ദൈവത്തിന്റെ വീട്. മനസ്സിലായോ? നമ്മൾ അടിച്ചു മാറ്റിയ ദൈവത്തിന്റെ വീടാ. ദൈവത്തിന്റെ വചനം അതാ പറഞ്ഞത്, നിന്റെ മർത്യ ശരീരം എന്റെ വീടാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? ഹല്ലേലൂയ. പക്ഷെ നീ തന്നെ അടിച്ചു മാറ്റിയേക്ക. ഇന്ന് പ്രകാശം ഇല്ലാണ്ട് കിടക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ലോകത്ത് പ്രസംഗിക്കുന്ന യേശുവിനെയൊക്കെ കയറ്റി അകത്ത് വെച്ച് കഴിഞ്ഞാൽ അകത്ത് പ്രകാശമൊന്നും ഉണ്ടാകത്തില്ല. ഇവിടെ ഏതെങ്കിലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കമ്പനി വന്ന് KSEB എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടൊന്നും പ്രകാശിക്കത്തൊന്നുമില്ല. പക്ഷെ സ്വർഗത്തിൽ നിന്ന് വന്ന യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് കയറ്റിക്കേ, നിന്റെ ഉൾത്തളങ്ങൾ പ്രകാശിക്കുന്നത് കാണാം. മനസ്സിലായോ? ആദ്യം നമ്മുടെ അകം ഇലക്ട്രിഫൈ ചെയ്യണം, എങ്കിലേ ഇനി പുറമെ ഇലക്ട്രിഫൈ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ പ്രിയ മക്കളെ, വ്യക്തതയോടെ തിരിച്ചറിയുക, ഇത് കളിതമാശല്ല, ഇത് കാര്യമാണ്. മാത്രമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഇതാ ഓസ്ട്രേലിയയിൽ നിന്ന് സംസാരിച്ച ദൊറോത്തിസ്റ്റ് പറഞ്ഞിട്ടില്ലേ, പലരും വരുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലായി സത്യമാണെന്ന്. പക്ഷെ പലരെയും പിന്നെ കാണാനില്ല. എൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അവർ പോയതല്ല, ദൈവം അവരെ മാറ്റിയതാ. എന്താ കാര്യം എന്നറിയോ? ഇതിൻ്റെ കാര്യം ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 61-62 പറഞ്ഞിട്ടുണ്ട്. 62 പറഞ്ഞിരിക്കുന്ന കാര്യം, കാരണം അവർ യോഗ്യതയുള്ളവരല്ലായിരുന്നു. എന്ത് യോഗ്യത എന്ന് അറിയാമോ? ഈ ദൈവരാജ്യ സുവിശേഷത്തിലേക്ക് നീ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ, നീ പിന്നെ പുറകിലേക്ക് നോക്കിയാൽ ദൈവം എടുത്ത് നിന്നെ മാറ്റും. ഹല്ലേലൂയ. ദൈവരാജ്യ സുവിശേഷത്തിലേക്ക് നീ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചു, അതിനുശേഷം പുറകിലെ പ്രഷർ വരുമ്പോൾ നീ മുമ്പോട്ടേക്ക് പോകാൻ, നീ പുറകിലേക്ക് പോയാൽ നിന്നെ ദൈവത്തിന് വേണ്ടെന്ന ദൈവം പറയാണ് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിൻപിലേക്ക് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവൻ അല്ല, യോഗ്യതയുള്ളവൻ അല്ല. അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം എടുത്ത് മാറ്റും. പക്ഷെ അവര് പോകുമ്പോൾ അവർക്ക് പറയാൻ ചിലതുണ്ടാകും. ഒന്നില്ലെങ്കിൽ പാസ്റ്ററുടെ കുറ്റം, അല്ലെങ്കിൽ വിശ്വാസികൾ ഒരു സഹകരണം ഇല്ലാത്തവരാ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവർ പോകും. ശരിക്കും പറഞ്ഞാൽ ദൈവം എടുത്ത് മാറ്റുക. ഹല്ലേലൂയ. ഇത് നമ്മൾ മനസ്സിലാക്കിക്കോളാണ്. ഒന്ന് വായിച്ചേ. മറ്റൊരുത്തൻ, കർത്താവേ ഞാൻ നിന്നെ അതിന്റെ അവസാനം 62 അല്ലേ? 61 വായിക്കണ്ട, 62 ആദ്യം വായിക്കേ. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. അപ്പോ ക്വാളിഫൈഡ് അല്ല. ആരുടെ അഭിപ്രായം? സ്വർഗരാജ്യത്തിലെ സകലത്തിനും അവകാശിയായ അധികാരിയായ ദൈവപുത്രന്റെ വാക്ക. ഇയാൾ ക്വാളിഫൈഡ് അല്ല. ആർക്ക് തിരിക്കാൻ പറ്റും? ഒരു രക്ഷയില്ല. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകിലേക്ക് നോക്കുന്നവൻ എന്തിന് യോഗ്യതയുള്ളവനല്ല? ചർച്ചിന്, പ്രാർത്ഥനാ സംഘത്തിന്, കൊയർ ഗ്രൂപ്പിന്, നോ അവർക്കൊക്കെ കുഴപ്പമൊന്നുമില്ല, കൂടെ കൂടിയോ. പക്ഷെ ദൈവരാജ്യത്തിന് പറ്റൂല. ദൈവരാജ്യത്തിന് യോഗ്യതയുള്ളവൻ അല്ല. മനസ്സിലാവുന്നുണ്ടോ? എന്താ ഈ പുള്ളിയുടെ വിഷയം എന്നാന്ന് അറിയാമോ? എന്തായിരുന്നു അറിയാമോ? ദൈവരാജ്യം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വീട്, പുറകിലുള്ളതെന്ന് വെച്ചാൽ ഇവിടത്തെ വീട്. അപ്പൊ ഇവിടത്തെ വീടുമുണ്ട്, ദൈവരാജ്യം എന്ന വീടുമുണ്ട്. അപ്പൊ 2 വീടാ. രണ്ടിനും പ്രാധാന്യമുണ്ട്. പക്ഷേ ദൈവരാജ്യം എന്നുള്ള വീടിന്റെ പ്രാധാന്യം കഴിഞ്ഞിട്ടേ ഇവിടത്തെ വീടിനുള്ളൂ. ഈ പുള്ളിക്കാരൻ അത് റിവേഴ്സ് സെറ്റ് ചെയ്തു. ഈ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഡാഡിയോടും മമ്മിയോടും പപ്പയോട് ഭാര്യയോടും ഒക്കെ ചോദിച്ചിട്ട് അവർക്ക് സമ്മതം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വന്ന് നിന്നെ അനുഗമിക്കാം. കർത്താവ് പറഞ്ഞു, നീ യോഗ്യതയുള്ളവനല്ല. ആദ്യം പുള്ളിയുടെ വീട്ടുകാരാ, രണ്ടാമതേ ഉള്ളൂ പുള്ളിയെ സൃഷ്ടിച്ച ദൈവത്തിന്റെ വീട്ടുകാരനാകാൻ. അത് റിവേഴ്സ് ഓർഡറാ. ഇനി 61 വായിക്കും. അപ്പൊ എന്തായിരുന്നു ഈ വ്യക്തിയോട് യേശു ക്രിസ്തു അങ്ങനെ പറയാൻ കാരണം? മറ്റൊരുത്തൻ, കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, ഇവിടെ യേശു ഓരോരുത്തരെ അനുഗമിക്കാൻ വിളിക്കുക. ഇവൻ പറഞ്ഞതിന്റെ കാര്യം എന്നറിയാമോ? ആദ്യം എൻ്റെ വീട്ടുകാര്. കർത്താവ് എന്നാ പറയണേ? ആദ്യം ദൈവരാജ്യം. ഇവൻ പറഞ്ഞ എന്തുവാ? ആദ്യം എൻ്റെ വീട്ടുകാര്. എൻ്റെ മക്കളെ, അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് നാം വീണത് തന്നെ. ആദ്യം വീട്ടുകാരല്ല. വീട്ടുകാർ ഇന്നലെ കണ്ടു നാളെ ഇല്ലാതെയാവും.
എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ സൃഷ്ടാവ ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല. ആ കുടുംബത്തിലേക്കാണ് നമ്മുടെ പ്രവേശനം വേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് കലപ്പയ്ക്ക് കൈവച്ചവൻ, ദൈവരാജ്യത്തിൽ യേശുവിനെ അനുഗമിച്ച് അപ്പന്റെ അടുക്കലേക്ക് പോകാൻ ആഗ്രഹിച്ചവൻ, അവൻ ഇനി പിൻപിലേക്ക് നോക്കരുത്. അവരെ സ്നേഹിക്കണ്ട എന്നല്ല, അവരെ കരുതണ്ട എന്നല്ല, അവർക്ക് വേണ്ടി എല്ലാ റെസ്പോൺസിബിലിറ്റിയും ചെയ്തു കൊടുക്കുക. പക്ഷെ അവരല്ല എന്നെ എൻ്റെ അപ്പനുമായുള്ള ബന്ധത്തിൽ നിയന്ത്രിക്കുന്നത്. എൻ്റെ അപ്പനുമായുള്ള ബന്ധത്തിൽ നിയന്ത്രിക്കുന്നത് എൻ്റെ അപ്പനാ. മനസ്സിലായോ? ഹല്ലേലൂയ. എനിക്ക് പ്രാധാന്യം അവരാ. ഇതാണ് അബ്രാഹത്തിന്റെ തെരഞ്ഞെടുപ്പ്. അബ്രാഹത്തോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ എനിക്ക് യാഗം കഴിക്കണം. ഞെട്ടിപ്പോയില്ലേ അബ്രാഹാം? എൻ്റെ മക്കളെ, നിങ്ങൾ ആ സ്ഥാനത്ത് നിങ്ങളെന്ന് വെച്ചേ, നിങ്ങൾ കല്യാണം കഴിഞ്ഞ് മക്കളുള്ളവരൊന്ന് വെച്ചേ. നിങ്ങൾക്ക് 3-4 മക്കളുണ്ടാകും. ഇല്ല, ഒരെണ്ണം ഉണ്ടെന്ന് ചിന്തിച്ചേ. അല്ലെ, 3-4 എണ്ണത്തിന് ഒരെണ്ണത്തിന് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കുമോ? കൊടുക്കുമോ? അപ്പം അറിയാം ചർച്ച മാറില്ലേ. ഈ ദൈവം ഒന്നാമത് ഇപ്പൊ നമ്മുടെ പാപ്പയെ കുറിച്ച് തെറ്റായ ഐഡിയ പറഞ്ഞു വരുത്തിയേക്കണേ. അപ്പം അറിയാം. എന്നാലും ആ യൂട്യൂബുകാരൻ പറഞ്ഞ ശരിയാ. ഇങ്ങനെയൊക്കെ അബ്രഹാം എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹം പറഞ്ഞ ആസിഡ്സ് അനുസരിക്കാൻ ആദ്യം തന്നെ തോപ്പിച്ചു. കാരണം തന്റെ മകനാ, തന്റെ ഐസക്കാ. ഹല്ലേലൂയ. ഐസക്കിനെ വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല, പക്ഷേ തന്നെത്താൻ തോപ്പിച്ചു. അതിനുശേഷം ഇതാ വീട്ടിലൊരാൾ നിൽക്കുന്നു, സാറാ. അവളിതെങ്ങാനും കേട്ടാൽ എന്തായിരിക്കും സംഭവം? അല്ലേ സഹോദരിമാരെ? നിങ്ങളുടെ ഭർത്താവ് ഒരു സമയത്ത് പറയാ, മോളല്ലേ ഈ മോളെന്ന് യാഗം കൊടുക്കണമെന്ന് പറഞ്ഞാൽ സിസ്റ്റർ ഐബി തന്നെ ആയിരിക്കും. ഈ ഒരു പുകില് തന്നെ ആയിരിക്കുമല്ലോ വീട്ടില്, അല്ലേ? ഐബി അങ്ങനെ ആയിരിക്കും. അപ്പൊ നിങ്ങളോ? അതിനേക്കാളും വലിയ പുകിലായിരിക്കും. എന്നാൽ അബ്രഹാം തന്റെ അതോറിറ്റി എന്താണോ കൽപ്പിച്ചത് അതൊന്ന് ഡിസ്കസ് ചെയ്യാൻ തന്റെ സബോർഡിനേറ്റിന്റെ അടുക്ക പോയില്ല. ശ്രദ്ധിക്കുക. എടി, ദൈവം ഇങ്ങനെയൊന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം എന്താണോ പറഞ്ഞത് അത് ആസ് ഇറ്റ് ഈസ് നമ്മൾ ചെയ്യാം. ഹല്ലേലൂയ. അതിന് വേറെ കീഴെയുള്ള ഒരാളുടെ ഡിസ്കഷൻ വേണ്ട, സഹകരണം വേണ്ട. ഇതാണ് പൗലോസ് പറഞ്ഞേ, ദൈവത്തിന്റെ സുവിശേഷം ദൈവം എന്നെ അറിയിച്ചപ്പോ ഇതിന്റെ പെർമിഷൻ ചോദിക്കാൻ ഞാൻ അപ്പോസ്തലന്മാരെ ആരുടെ അടുക്ക പോയില്ല. കാരണം ഇത് പറഞ്ഞത് പ്രപഞ്ച സൃഷ്ടാവിന്റെ പുത്രനായ ക്രിസ്തു എന്നോട് പറഞ്ഞേ. എന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ഐ ആം അണ്ടർ അതോറിറ്റി. എന്റെ മക്കളെ, ഇതാ ദൈവരാജ്യം. മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുക, ഒന്ന്, ഗെറ്റ് കണക്റ്റഡ്, ദൈവവുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുക. ആൻഡ് ഇലക്ട്രിഫൈ ദിസ് ഡാർക്ക് വേൾഡ്. ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തെ ഇലക്ട്രിഫൈ ചെയ്യണം. വാ തുറന്ന ജനഹൃദയം തെളിയണം, അവർ ജീവൻ പ്രാപിക്കണം, അവർ എനർജൈസ് ചെയ്യണം. ഹല്ലേലൂയ. പിൻപിലേക്ക് നോക്കരുത്. ഹല്ലേലൂയ. KSEB എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ KSEBയുടെ വണ്ടിയും തോട്ടിയും ഓർത്തോളണം. മനസ്സിലായോ? എല്ലാ മരങ്ങളും കട്ട് ഡൗൺ ചെയ്യണം. ലോകത്തോടുള്ള എല്ലാ ബന്ധങ്ങളും കട്ട് ഡൗൺ ചെയ്യണം. ലോകത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള ശത്രുത്വമാണ്. ഇത് കുളിരുകോരി അവസാനിപ്പിക്കാനുള്ളതല്ല, ഇത് ജീവൻ പ്രാപിക്കാനുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ എഴുന്നേൽക്കാൻ കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. Father, we thank you, we give you glory. Love you, Dad. Love you. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വാക്കുകളിലായിരിക്കരുത്. ദയവ് ഇത് എന്നെ വിശ്വസിക്കരുത്. നിങ്ങളുടെ കയ്യിലെ ബൈബിൾ വിശ്വസിക്കുക. ബെരോവയിലുള്ളവരെ പോലെ ഉത്തമന്മാരായിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിന് ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ്. പലതിലും നിങ്ങൾക്ക് പണിയാം. യേശു പറഞ്ഞു, അവർ മണൽമേൽ പണിയണം, അവരുടെ ബിൽഡിംഗ് ഇടിഞ്ഞ് താഴെ വീഴും. പക്ഷെ എൻ്റെ വചനങ്ങളെ കേട്ട് പണിയുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നതിനോട് തുല്യനാ. ഒരു തീരുമാനം എടുക്കുക. സ്നാന ദിവസം പലരും നിങ്ങൾ പാടിയില്ലേ, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. അതൊന്ന് പാട്ടുകാരൻ പാടിയതുകൊണ്ട് കൂടെ പാടിയതാ. എന്നാൽ ഇന്ന് ജീവിതത്തിൽ ഒന്ന് പാട്, ഇന്ന് ജീവിതത്തിൽ ഒന്ന് പാട്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം ഞാനിനി പിൻപിലോട്ട് നോക്കുകയില്ല. നോ ടേണിംഗ് ബാക്ക്.
No turning back. No turning back. No turning back. No turning back. ദൈവത്തിന്റെ മഹാസ്നേഹമാണ് നമ്മളെ ഓരോരുത്തരെയും തന്റെ ആ മഹാകുടുംബത്തിലേക്ക് യേശു ക്രിസ്തുവിലൂടെ വിളിച്ച് വേർതിരിച്ച് തന്റെ ചങ്കിലെ ചോരയാൽ ആ ക്രിസ്തു നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ മക്കളാക്കി മാറ്റി ആ മഹാസ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ക്രിസ്തുവെ അനുഗമിച്ച് അനുസരിച്ച് ക്രിസ്തുവെ തലയാക്കി നമ്മുടെ കർത്താവായി ഓരോ നിമിഷവും അനുസരിച്ച് അനുഗമിച്ച് ആ പേരെടുക്കൽ എത്തിച്ചേരുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. കഴിഞ്ഞ നാളുകളിൽ ഒന്നിനും അർഹതയില്ലാതിരുന്ന എന്നെ ദൈവം അർഹനാക്കി മാറ്റി. നന്ദി പറയാം. ദൈവവചനം ഇങ്ങനെ പറയുന്നു, അങ്ങനെ ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ഫാസ്റ്റിംഗ് പ്രയറിന്റെ 1-ാം ദിവസം അങ്ങയുടെ മക്കളാവുന്ന ഞങ്ങൾക്ക് ആദത്തിൽ അങ്ങയുടെ പാദപീഠമാകുന്ന ഭൂമിയിലും പുതിയ സൃഷ്ടിയിൽ വീണ്ടും ജനനത്തിലൂടെ ക്രിസ്തുവിൽ സ്വർഗത്തിൽ അങ്ങയുടെ മാർവിലുമായിരിക്കാൻ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. പ്രിയ നല്ല നാഥ, രാവിലെ കാലങ്ങളിൽ കടന്നു വന്ന മക്കൾക്കായി സ്തോത്രം. രാവിലെ കടന്നു വന്നിട്ട് മടങ്ങി കടന്നു വരാൻ കഴിയാതെ ആയിരിക്കുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇപ്പോഴുള്ള ഹോളിലുള്ള ശബ്ദ കാഴ്ച പരിധിയിലുള്ള ഇപ്പോഴും തുടർന്നും അങ്ങയെ ശ്രവിക്കുന്ന എല്ലാ മക്കൾക്കുമായി സ്തോത്രം. അപ്പാ, ഈ വർഷത്തിന്റെ അവസാനം 3 ദിവസങ്ങളിൽ ലോകത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ലീവ് എടുത്ത് ബിസിനസ് മാറ്റിവെച്ച് മറ്റു മിനിസ്ട്രികളൊക്കെ മാറ്റിവെച്ച് അങ്ങയുടെ പാദപീഠങ്ങളിൽ നന്ദി പറഞ്ഞിരിപ്പാൻ കടന്നു വന്ന ഈ ജനത്തെ അങ്ങ് കാണുന്നല്ലോ. അപ്പാ, അങ്ങയുടെ അനുഗ്രഹത്തിന് ഇവർ യോഗ്യരല്ലോ. അങ്ങയുടെ കരം തൊട്ട് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. സ്വീകരിച്ചാട്ടെ. ഓ, സ്വീകരിച്ചാട്ടെ, സ്വീകരിച്ചാട്ടെ. ഹൃദയത്തിൽ പ്രാർത്ഥനയോടെ ആ കണക്ഷൻ എടുക്കപ്പെടുവാൻ എല്ലാ വോൾട്ടേജ് കുറഞ്ഞ അനുഭവങ്ങളും ഒന്ന് മാറ്റപ്പെടുവാൻ, എല്ലാ ലോകസ്നേഹവും ജഡചിന്തകളും മാറ്റപ്പെടുവാൻ, ഈ ലോകത്തിന്റെ പ്രകാശമായി തീരുവാൻ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. താങ്ക് യു അപ്പാ. ഈ മക്കളെ അങ്ങ് സ്പർശിച്ചതിനായി, ഹോളിലുള്ള ശബ്ദ കാഴ്ചപരിധിയിലുള്ള എല്ലാ മക്കളെയും അങ്ങ് സ്പർശിക്കുന്നതിനായി നന്ദി. ഈ ലോകത്തിന്റെ കള്ള സുവിശേഷത്തിൽ നിന്ന് മക്കളെ രക്ഷിച്ചുകൊള്ളണമേ അപ്പാ. അങ്ങയുടെ പുത്രനിലൂടെ അങ്ങ് അറിയിച്ച സുവിശേഷം അത് വ്യക്തതയോടെ പ്രാപിച്ച ആ യേശുവിനെ സ്വീകരിച്ച് യേശുവെ അനുഗമിച്ച് അനുസരിച്ച് അങ്ങനെ എത്തിച്ചേരുവാൻ, ഒരു കുടുംബമായി മാറുവാൻ എല്ലാ മക്കളെയും സഹായിക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നല്ല ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ആരും ഭീരുക്കളായി തീരാതെ ഈ നാളിൽ പൗലോസിനെ പോലെ യേശുവിനെ പോലെ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു ആകുന്ന തലയോളം ഞങ്ങൾ ഓരോരുത്തരും വളരുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിലെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. അപ്പോൾ തന്നെ പ്രിയ പിതാവേ, രോഗികളായിരിക്കുന്ന വ്യസനത്തോടെ സങ്കടത്തോടെ ദുഃഖത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ അങ്ങേ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അവരുടെ വിഷയങ്ങളുടെ മേലും അങ്ങയുടെ പരിഹാരം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾക്ക് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അങ്ങ് തന്ന ആത്മീയ അധികാരം വെച്ചുകൊണ്ട് ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ അനുഗ്രഹമായി തീരട്ടെ. എല്ലാ രോഗാത്മാവിനോട്, എല്ലാ വേദനയുടെ ശക്തിയോട്, എല്ലാ അന്ധകാര ശക്തികളോട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു, മാറണം. And I declare you are all free for the glory of God in Jesus' name. Amen, amen, amen. ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ രാവിലെ 6 മണിക്ക് ഡെയിലി ബ്രെഡ് ആരംഭിക്കും. 6 മുതൽ 6:45 വരെ. 7 മണിക്ക് നമ്മളുടെ വർഷിപ്പ് ആരംഭിക്കും. 7:30 നമ്മുടെ ക്ലാസ് ഡേ ആരംഭിക്കും. രാവിലത്തെ ക്ലാസ് എന്ന് പറയുന്നത് ബ്ലസ്സഡ് മാരേജ് ലൈഫാണ്. ഞാനല്ല എടുക്കുന്നത്, മറ്റൊരു അനുഗ്രഹീത ദൈവദാസനാണ് എടുക്കുന്നത്. കടന്നു വരാൻ ഏവരെയും ഓർപ്പിക്കുകയാണ്. ഈ നാളുകളിൽ
കുടുംബ ജീവിതത്തിലാണ് പിശാച് വളരെയധികം കയറി അറ്റാക്ക് ചെയ്യുന്നത്. അവിടെയെല്ലാം പരിഹാരം ലഭിക്കാൻ അതിലൂടെ സഹായിക്കട്ടെ. തുടർന്ന് 10 മണി മുതലുള്ള ക്ലാസ് ദൈവം അനുവദിച്ച് ഞാൻ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, തുടർന്ന് ഇതേ രീതിയിൽ തന്നെ നാളെ മുന്നോട്ടേക്ക് പോയി ഇതേപോലെയാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് കടന്നു വരാൻ താല്പര്യമുള്ള ഏവരും കടന്നു വന്നാട്ടെ. മറ്റന്നാൾ 1-ാം തീയതി രാത്രി 1:30 വെളുപ്പിന് 1:30 ആയിരിക്കും ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുന്നത്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഇപ്പോൾ ഈ ശുശ്രൂഷ അവസാനിക്കുന്നതിന് മുമ്പായി ഇതാ കർത്താദാസൻ സജി മണിയിടുന്ന പിറവത്ത് കടന്നു വന്ന് സജി മുന്നോട്ടേക്ക് കടന്നു വന്ന് ഇതാ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് തുടർന്ന് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിരിക്കും. ആശീർവാദമില്ല, ഇന്നത്തെ അതായത് ഈ മീറ്റിംഗ് ഏറ്റവും അവസാനിക്കുന്ന ദിവസമാണ് ആശീർവാദം. ഈ മീറ്റിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ, മറ്റ് ഓൺലൈൻ മണ്ഡലത്തിലൂടെയൊക്കെ എന്നെ ശ്രമിക്കുന്ന ഏവർക്കും നന്ദി, നമസ്കാരം. നാളെ ട്യൂൺ ചെയ്യാൻ മറക്കരുത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.